ഫേസ്ബുക്കിലൊക്കെ ഡൊമിനിക്ക് വൻ ഹിറ്റായ സ്ഥിതിക്ക് തിയേറ്ററിൽ പോയി നമ്മളിനി കാണണമെന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫേസ്ബുക്കിൽ അതുപോലെ വമ്പൻ ഹിറ്റാണ് സിനിമ. റിവ്യൂസ് ആണെങ്കിലും അങ്ങ് ഭയങ്കര റിവ്യൂ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ കാണത്തില്ല. കാണാത്തതിൻ്റെ കാരണം അതിൻ്റെ കാസ്റ്റിങ്ങിലൊക്കെ ഈ സുരേഷ് ഗോപി മോനൊക്കെ പിടിച്ച് തള്ളി കയറ്റുമ്പോൾ തന്നെ അറിയാം എന്തിനാ ഇതൊക്കെ തള്ളി കയറ്റുന്നതെന്ന്. അങ്ങനത്തെ ഓരോ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മക്കളെയൊക്കെ ഇങ്ങനെ തള്ളി കയറ്റാൻ പറ്റും. അല്ലാതെ വേറെ ഗ്യാപ്പൊന്നും അങ്ങനെ ഒരു നല്ല സിനിമയിലാണെങ്കിൽ നടക്കത്തില്ല. ഇതത്ര പോരായ്മ അവിടെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ നിന്ന് വരുന്നവന്മാർ ഇപ്പോൾ ഇന്നും നാളെയൊക്കെ പറയുന്നതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. ഏതായാലും നമുക്ക് നോക്കാം. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഈ പടം തിയേറ്ററിലുണ്ടെങ്കിൽ വേറൊരു റിവ്യൂ ഇടാം. അതുവരെ പടമൊന്നും കാണുന്നില്ല. പടം എല്ലാവരും കാണാൻ സാധ്യത കുറവാണ്. ഇങ്ങനത്തെ നമ്പർ പടങ്ങളൊന്നും ഞാൻ കാണാറില്ല. എന്താണെന്നറിയത്തില്ല. പിന്നെ തമിഴിൽ നിന്ന് ഹിന്ദി നോക്കി ഇപ്പോൾ കുറച്ച് ഡയറക്ടർമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ തിയേറ്ററിൽ വന്ന് ഡയറക്ടർ നിരങ്ങുക, പിന്നെ ഷോപ്പിംഗ് മാളുകളിൽ നടനും ക്രൂ മൊത്തം നിരങ്ങുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ എന്തോ ഒരു വശപ്പശവ് പോലെ തോന്നാറുണ്ട്. ഇപ്പോൾ എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ ടീമിനൊന്നും എനിക്കറിയത്തില്ല. ആട്ടത്തിൻ്റെ ആൾക്കാരൊന്നും നമ്മൾ ആരും ഇവിടുത്തെ നിരങ്ങുന്നത് കണ്ടില്ല. പിന്നെ അങ്ങനെ വിജയിച്ച പടങ്ങളുടെ ഒന്നും ആൾക്കാർ ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് ഇറങ്ങിയപ്പോൾ ആഷിഖ് അബുവും ടീമും ഇങ്ങനെ നിരങ്ങുന്നത് കണ്ടില്ല. മാർക്കോട് ആൾക്കാരും അത്രയ്ക്ക് അങ്ങോട്ട് നിരങ്ങുന്നത് കണ്ടില്ല. ശ്രദ്ധിച്ചു അതൊക്കെ. പക്ഷെ ഇതങ്ങനല്ല. ഇവിടെ നിരക്കം തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് ഭയങ്കരമായ റിപ്പോർട്ടുകളാണ് ഈ PR പാർട്ടികളിരുന്ന് എഴുതി കൂട്ടുന്നതും പത്രങ്ങളിലും ഒക്കെ വന്നു തുടങ്ങി. റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, മലയാള മനോരമ എല്ലാവരും പിന്നെ സത്യം പറയുന്ന ആൾക്കാരാണല്ലോ. ഭയങ്കര സത്യസന്ധമായ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും നമുക്കതുകൊണ്ട്. വളരെ കൃത്യമായ റിവ്യൂ ആണ്. എല്ലാവരും അങ്ങോട്ട് കയറി ഒന്ന് കണ്ടു നോക്കണം. ഏതായാലും ഈ പ്രാവശ്യം ഈ ബോംബ് എന്താണെന്നറിയാം. ഈ ബോംബ് പൊട്ടുന്നുണ്ടോ, ഈ ബോംബ് പൊട്ടിയോ, സൂപ്പർ ബോംബാന്ന് പറയാം, അല്ലെ മോശം ബോംബാന്ന് പറയാം, എന്ത് വേണേലും ആയിക്കോ. അല്ല ഞാൻ പറഞ്ഞതല്ല. ഇതിപ്പോൾ 2 ദിവസം കഴിയണം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തിയേറ്ററിൽ പടം ഉണ്ടെങ്കിൽ പോയി കണ്ടാൽ പോരെ. എതിരി ധൃതി വെക്കുന്ന ആൾക്കാരെ കൂടെ ഇങ്ങനെയുള്ള സിനിമയൊക്കെ വരുമ്പോൾ. മമ്മൂട്ടിക്ക് കുറേ ഫാൻസ് ഉണ്ടാവും ഇതൊക്കെ തള്ളിക്കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ പടം വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യമായ ഒരു അന്വേഷണം നടത്തിയിട്ട് കാണുന്നതായിരിക്കും അതിൻ്റെ ഒരു രസം. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ വെറുതെ സമയം കളയാം, മെനക്കെടാം. പിന്നെ നല്ല ചൂടൊക്കെയാണ്. തിയേറ്ററിൽ കയറിയിരിക്കാൻ തണുപ്പൊക്കെ കിട്ടുമായിരിക്കും. എന്താണേലും പടം കാണുന്നില്ല. തൽക്കാലം അത് കാണുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചതാണ്. അത് കാണാതിരിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്. അപ്പോൾ ശരി, നന്ദിയുണ്ടേ. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ കാണുന്നവരൊക്കെ ചോദിക്കും വീഡിയോ ഇടാറില്ലേ, വീഡിയോ കാണാറില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പല പേജിലും യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നത്. കുറച്ച് ദിവസം ചിലപ്പോൾ ഞാനിടും, പിന്നെ വേറെ ചാനൽ, അങ്ങനെയൊക്കെ. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ ചാനലും ഒരുമാതിരി പോയ ചാനലൊക്കെ. അതുകൊണ്ട് പലയിടത്തൊക്കെ ഇടും. ആരും കണ്ടാൽ കണ്ടു. പക്ഷെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെകുത്താൻ 2024 എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ ഒരു മെസ്സേജ് ഇടുക. അപ്പോൾ അതിനകത്ത് ഒരു വാട്സപ്പ് നമ്പർ തരാം. അവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്താൽ മതിയല്ലോ. വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ വല്ല പരിപാടിയൊക്കെ ചെയ്ത് റെഡിയാക്കാവുന്ന കേസേ ഉള്ളത്. അല്ലാതെ ഇത് എന്താ പറയുക, എന്നെ അങ്ങനെ ഫോളോ ചെയ്തിട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ കാണാൻ പാടാണ്. ആ വാട്സപ്പ് നമ്പർ ഇട്ടാൽ ഞാൻ ഏതാ നമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരെണ്ണം എടുക്കണം. പുതിയൊരു നമ്പറായിരിക്കും. അത് ഇതിനു വേണ്ടി മാത്രം ആക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അതിനകത്തൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ താല്പര്യമുള്ളവർ കാണുക. അല്ലാതെ അതിനകത്ത് കമൻറ്റൊന്നും അവിടെ വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നെ വിളിച്ചാലും ഞാൻ എടുക്കത്തില്ല. അത് വേറെ കാര്യം. ഇതേപോലെയൊക്കെ തന്നെ കമൻറ്റ് ഇട്ടാൽ ഞാൻ വായിക്കാറില്ലെന്ന് പറയുന്ന പോലെ എന്നെ വിളിച്ചാൽ ഞാൻ എടുത്തൊന്നും വരത്തില്ല. എടുത്താലും പിന്നെ ചീത്തവിളിയാണെങ്കിലും ഞാൻ കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ സെറ്റ് ചെയ്യാൻ പോവുക. കാരണം എപ്പോഴും ആൾക്കാർ എന്നെ കാണുമ്പോഴൊക്കെ അങ്ങ് ചോദിക്കുക, നിങ്ങൾ വീഡിയോ ഇടൽ നിർത്തിയോ, വീഡിയോ ഇടുന്നില്ല, കാണുന്നില്ല, മറിച്ചതാണൊക്കെ. അത് ഇതുകൊണ്ടാണ്. ചിലപ്പോൾ ഒരു പേജൊക്കെ ഇടയ്ക്ക് വെച്ച് പൂട്ടിപ്പോവുകയോ എന്തെങ്കിലും പറ്റി എന്തെങ്കിലും ആയി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പേജിലും വേറെ ചാനലിലൊക്കെ കൊണ്ട് വീഡിയോ ഇടാറുണ്ട്. ഇപ്പോൾ ഇടുന്ന പല വീഡിയോയും പല ചാനലാണ്. പലർക്കും അറിയത്തില്ല ഇങ്ങനെ ചാനൽസ് ഉണ്ടെന്ന് പോലും. അപ്പോൾ ചാനൽ നോക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെകുത്താൻ 2024 എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സെറ്റാക്കിയിട്ട് അയച്ചു തരാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടോ. ഇല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും കണ്ടാൽ മതി. നിർബന്ധമൊന്നും എല്ലാവരും കാണണം. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ടാൽ കണ്ടു. പിന്നെ ചിലരിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ വല്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓക്കെ, വാട്സപ്പിലായി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ വഴിയൊന്നും എനിക്കറിയത്തില്ല. വേറെ ഒരു പരിപാടിയും നടക്കത്തില്ല. ഇതൊക്കെ നടക്കൂ.